10 മാസം മുമ്പ് ട്രെയിൻ മാറിക്കേറി കേരളത്തിലെത്തിയ മഹാരാഷ്ട്ര സ്വദേശിയെ നാട്ടിലേക്ക് അയച്ചു. കോട്ടയം പൊൻകുന്നത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന അശോക് രാജാറാം ഗൌഡ എന്നയാളെയാണ് പോലീസിന്റെ സഹായത്തോടെ നാട്ടുകാർ ചേർന്ന് നാട്ടിലേക്ക് മടക്കി അയച്ചത്. മാനസികമായി വെല്ലുവിളി നേരിടുന്ന അശോക് രാജാറാം ഗൌഡ എന്ന മഹാരാഷ്ട്ര സ്വദേശി 10 മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെത്തുന്നത്. ട്രെയിൻ മാറിക്കേറിയാണ് അവിചാരിതമായി ഇയാൾ കേരളത്തിലെത്തിയത്. തിരികെ മടങ്ങിപ്പോകാൻ അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ കോട്ടയം പൊൻകുന്നത്തെത്തുകയായിരുന്നു. പൊൻകുന്നം സ്വദേശിയായ വേണുധരൻ പിള്ള എന്നയാളോട് ചായ വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടതോടെയാണ് ഇയാളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സിന്ധൂർ ദുർഗ ജില്ലയാണ് സ്വദേശമെന്ന് വേണുധരൻ പിള്ള ചോദിച്ചു മനസ്സിലാക്കി. പിന്നീട് പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടെ പൊൻകുന്നം പോലീസ് മുഖേന സിന്ധൂർ ദുർഗ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അശോകിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ ഇതുവഴി സാധിച്ചു. അവിടെ സാവന്തവാടി എന്ന് പറഞ്ഞ ഒരു താലൂക്കുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ 10 മാസം മുമ്പ് ഈ പുള്ളിയുടെ പേര്, അതായത് അശോക് രാജാറാം ഗൌഡെ, ഈ പേരിൽ കംപ്ലൈൻ്റ് ഉണ്ടെന്നുള്ളത് അവർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവരുടെ ഒരു 3-4 പേര് പലതവണയായിട്ട് വിളിച്ചു. അവിടുത്തെ പോലീസുകാരും നല്ലോണം സഹകരിച്ചു. അവരും എന്നെ ഇന്ന് രാവിലെ പോലും അവിടുത്തെ പോലീസുകാരെന്നെ വിളിച്ചാൽ, ചേട്ടാ എവിടെ വരെയായി? ഞാൻ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ആശ്രമത്തിലാക്കിയിരിക്കുക. ഇന്ന് അവരുടെ ബന്ധുക്കൾ ഇന്നലെ വന്നു, പുള്ളിയുടെ സ്വന്തം സഹോദരനും സഹോദരൻ്റെ മകനും വന്നിട്ടുണ്ട്, ഇന്ന് ഞങ്ങൾ റിലീസാക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ വരെ എത്താനുള്ള ഒരു കാരണം. പോലീസ് നിർദ്ദേശപ്രകാരം അശോകിന്റെ സഹോദരൻ രമേശ് രാജാറാം ഗൌഡ പൊൻകുന്നത്തെത്തി. കൂവപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ച അശോകനെ ഒടുവിൽ സഹോദരൻ രമേശിനൊപ്പം നാട്ടിലേക്ക് മടങ്ങി. കേരളം തന്റെ സഹോദരനോട് കാട്ടിയ ദയയ്ക്ക് നന്ദി പറഞ്ഞ ശേഷമാണ് അശോകിനെ കൂട്ടി രമേശ് മഹാരാഷ്ട്രയിലേക്ക് മടങ്ങിയത്. ന്യൂസ് മലയാളം, കോട്ടയം.